ഇന്നലെ അർദ്ധരാത്രിയിൽ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ജാസ്മിന്റെ മുറിവിൽ ഇൻഫെക്ഷൻ ഒന്നും വരാതിരിക്കാനായിട്ട് ഇളം ചൂടുള്ള വെള്ളത്തിൽ ഉപ്പെല്ലാം വിട്ട് കാല് കഴുകാൻ പറഞ്ഞു. അങ്ങനെ ഗബ്രിയാണ് ജാസ്മിന് വെള്ളം ചൂടാക്കി കൊടുക്കുന്നതും കൊണ്ടു കൊടുക്കുന്നതും. എന്നാൽ അതെല്ലാം കണ്ട് ജിൻഡോ ജാൻമണിയുടെ അടുത്തായിട്ട് ചോദിക്കുന്നുണ്ട്, ഇപ്പോൾ വെള്ളം ചൂടാക്കാനായിട്ട് അവർ ഉപ്പെടുത്തു, അത് പവർ ടീമിനോട് ചോദിക്കാതെ. അപ്പോൾ ജാൻമണി പറയുന്നുണ്ട്, ഉപ്പുവെള്ളത്തിൽ അവളോട് കാലെല്ലാം ഇടാൻ പറഞ്ഞത് ബിഗ് ബോസ് ആണ്, അതുകൊണ്ട് പിന്നെ ഉപ്പൊന്നും ചോദിക്കേണ്ട കാര്യം ഉണ്ടാകില്ല. പിന്നീട് കാണിക്കുന്നത് ഉപ്പുവെള്ളത്തിലെല്ലാം കാലിട്ടിരിക്കുന്ന ജാസ്മിനെയാണ്. അങ്ങനെ ജാസ്മിൻ പറയുന്നുണ്ട്, എനിക്ക് ഈ ചൂടൊന്നും ബാലൻസ് ചെയ്യാൻ പറ്റുന്നില്ലെന്നെല്ലാം പറയുമ്പോൾ ഗബ്രി ആ വെള്ളത്തിലെല്ലാം കൈയിട്ട് നോക്കുന്നുണ്ട്. സാരമില്ല, കുറച്ചു കഴിഞ്ഞാൽ ഓക്കെ ആകും, നിന്റെ മുറിവ് ഉണങ്ങാൻ വേണ്ടിയിട്ടല്ലെന്നെല്ലാം പറയുന്ന ഗബ്രിയെയും കാണാം. പിന്നീട് ഗബ്രി ജാസ്മിനെ കുറച്ചു നേരം നോക്കി നിൽക്കുമ്പോൾ ജാസ്മിൻ പറയുന്നുണ്ട്, നീ ഇപ്പോൾ ആലോചിച്ചത് എന്തെന്ന് ഞാൻ പറയട്ടെ. എന്ത് ഭംഗിയാണ് ഇവളെ കാണാൻ എന്നല്ലേ? അതല്ല ഞാൻ ഇപ്പോൾ ആലോചിച്ചത്, അതിപ്പോൾ എനിക്ക് ഇവിടെ പറയാൻ പറ്റില്ലെന്നല്ല അങ്ങനെ ഗബ്രി പറയുമ്പോൾ ജാസ്മിൻ പറയുന്നുണ്ട്, പറ ഗബ്രി, എന്റെ അടുത്തേക്ക് നീങ്ങിയിരുന്നിട്ട് നീ പറ. അപ്പൊ ഗബ്രി പറയുന്നുണ്ട്, അത് പറയാൻ പറ്റില്ല, ഞാൻ ഒരാൾക്ക് വാക്ക് കൊടുത്തു പോയി, അതുമല്ല ഞാൻ അത് പറയുകയാണെങ്കിൽ അത് നിന്നെ ബാധിക്കും. അത് കേട്ട് ജാസ്മിൻ അപ്പോൾ പറയുന്നുണ്ട്, അതൊന്നും എനിക്ക് കുഴപ്പമില്ല, നീ എന്തായാലും ഇന്നത് പറയാതെ ഉറങ്ങില്ല എന്നെല്ലാം പറയുമ്പോൾ ഗബ്രി പ്രേക്ഷകരൊന്നും കേൾക്കാതിരിക്കാൻ വേണ്ടി തന്റെ കയ്യിലുള്ള പേപ്പറിലെ ലെറ്ററെല്ലാം ഉപയോഗിച്ചുകൊണ്ട് ഉപ്പ എന്ന വാക്കെല്ലാം അവിടെ ജാസ്മിന് കാണിച്ചു കൊടുക്കുന്നു. എന്നാൽ ഉപ്പ എന്ന വാക്ക് കണ്ടപ്പോൾ ജാസ്മിൻ പറയുന്നുണ്ട്, നീ ഇപ്പോൾ ഇവിടെ ഒന്നും പറയണ്ട, എല്ലാം നമുക്ക് പുറത്തിറങ്ങിയിട്ട് സംസാരിക്കാം. അപ്പോൾ ഗബ്രി പറയുന്നു, എനിക്കിപ്പോൾ നിന്നെ നോക്കിയിട്ട് പാട്ടെല്ലാം പാടാൻ തോന്നുന്നു, ബട്ട് ഞാനിപ്പോൾ പാടില്ല എന്നെല്ലാം പറഞ്ഞുകൊണ്ട് ഗബ്രിയുടെ ക്യാമറ എല്ലാം നോക്കുകയാണ്. ഒരു പക്ഷേ ക്യാമറ എല്ലാം ഉള്ളത് കൊണ്ട് ഇനി എന്തെങ്കിലും പറഞ്ഞാൽ ജാസ്മിന്റെ ഉപ്പയ്ക്ക് പ്രശ്നമാകുമെന്ന് വിചാരിച്ചിട്ടായിരിക്കാം ഒന്നും പറയാതെ ഗബ്രിയുടെ മനസ്സിലെല്ലാം ഒതുക്കി പിടിക്കുന്നത്. അതുപോലെ തന്നെ എന്ത് പറയുന്നതിന്റെയും മുന്നേ ക്യാമറയെല്ലാം നോക്കുന്ന ജാസ്മിനെയും ഗബ്രിയുമാണ് ലൈവിൽ കാണിക്കുന്നത്. ഹോട്ട്സ്റ്റാർ ലൈവ് അപ്ഡേഷൻ ചാനലിൽ ഉണ്ടാകും. ആദ്യമായി കാണുന്ന പ്രേക്ഷകർ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കേണ്ട.